ചാമ്പ്യൻ പോട്ടെ. ഗുഡ് ബോയ്. പോടാ. കൊരങ്ങൻ കുഞ്ഞൊക്കെ കടകോലെ പയ്യെ തിരിച്ച്. പക്ഷേ ബെറ്റർ എൻഗേജ്മെന്റ് നമ്മൾ ചെയ്യണ മസിലിന് കിട്ടണമെങ്കിൽ സ്ട്രാപ്പ് ഇട്ട് ചെയ്യണമായിരിക്കും നല്ലത്. ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ബാക്ക് ഡേ ഹിറ്റ് ചെയ്യാൻ പോവാണ്. സോ ഇതിനു മുമ്പ് നമ്മൾ ആംസ്റ്റേ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, ചെസ് വ്ളോഗ് ഇട്ടിട്ടുണ്ട്, പിന്നെ ബാക്കാണ്. അപ്പോൾ ഇത് ജഗത്തില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, വ്ളോഗ് എടുക്കാൻ പറ്റില്ല. സോ ഇത് നമ്മുടെ കൂടെ വേറെ 2 പേരുണ്ട്, ജീവനും എൽദോസും ഉണ്ട്. ക്യാമറയുടെ പുറകെ വേറെ ഒരുത്തരുണ്ട്. ഹൈ ഗൈസ്. പറഞ്ഞോ ഇണ്ടിക്കോ. ഹലോ ഗൈസ്. ഹലോ. ഇവൻ ഇൻട്രോവേർട്ട്, ഇവൻ എക്സ്ട്രോവേർട്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒരു 6 വർക്കൗട്ടുണ്ട്. അഭിത്തേട്ടൻ ഇവിടെ ഉണ്ട്, ബാക്കി എല്ലാവരും പോയി രാവിലെയാണ്. സോ നമുക്ക് ആദ്യം വാമ്പിൽ നിന്ന് തുടങ്ങാം. വാമ്പ് ഇതുവരായിട്ട് ഞാൻ കാണിച്ചിട്ടില്ല, സോ ഇന്ന് വാമ്പ് കാണിക്കാം. അപ്പോൾ തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബാക്ക് ഡേയുടെ വാമ്പാണ്. എല്ലാം കാണിച്ചു തരാം. നമ്മൾ ചെയ്യുന്ന ഏതൊക്കെ വാമ്പാണ് നമ്മൾ കാണിച്ചു തരാം. നിങ്ങൾ വേണേൽ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ട്രൈ ചെയ്താൽ മതി. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്ക് വാങ്ങുവാണെങ്കിൽ പറ, ജസ്റ്റ് കമൻറ്റ് ഇട്ടായി. അപ്പോൾ തുടങ്ങാം. കാരണം അപ്പർ ബോഡിയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണേ. അപ്പോൾ അപ്പർ ബോഡി ഫുള്ള് വാമ്പ് ചെയ്യുക നന്നായിട്ട്. ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. സിമ്പിളാണ്. ശ്വാസം അകത്തേട്ടെടുക്കുമ്പോൾ മടക്കണം, പുറത്തേട്ടെടുക്കുമ്പോൾ ശ്വാസം വിടണം. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാല് വെക്കുക, കാലിനോട് ചേർത്ത് നമ്മുടെ ആ വെക്കണ കാലിൽ തന്നെ കൈ വെക്കുക. എന്നിട്ട് ഓപ്പോസിറ്റ് കൈ മേളിലിട്ട് സെറ്റ് പയ്യെ താത്തുക, പൊക്കുക. അമ്മി ഈ ഓപ്പോസിറ്റ് കാല് ചെയ്യണം. പിന്നെ നമുക്കൊന്ന് ലോവർ ബാക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, അതും നല്ലതാണ്. നമുക്കിന്ന് ഡെഡ് ലിഫ്റ്റ് ഉള്ള സ്ഥിതി. ഡെഡ് ലിഫ്റ്റ് ഇന്ന് രാവിലെ നമ്മൾ ഡെഡ് ലിഫ്റ്റ് അടിക്കുന്നില്ല. അപ്പോൾ മരങ്ങൾ വാമ്പടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുള്ളപ്പിൽ നിന്ന് തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് സപ്പോർട്ട് ഇട്ടോ, അതാണിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവന്മാർ ചെയ്യുന്നുണ്ട്. ഇതും കൂടെ കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് പുള്ളപ്പടിക്കാം. ഗൈസ്, അപ്പോൾ ആദ്യത്തെ വർക്കൗട്ട് പുള്ളപ്പാണ്. ആദ്യത്തെ ഒരു സെറ്റ് ഒരു 7 to 8 നമ്പർ നോർമലിൽ. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ഇട്ട് നമുക്ക് പുഷ് ചെയ്യാം. അപ്പോൾ പുള്ളപ്പടിക്കാം. എത്ര സെറ്റ്? 3 സെറ്റ്. ഫെയിലർ വെയിറ്റ് ഇട്ടിട്ട് ഫെയിലർ പോയാൽ മതി. ഓക്കെ, അപ്പോൾ പുള്ളപ്പടിക്കാം. ഗൈസ്, അപ്പോൾ ജീവൻ പുള്ളപ്പടിക്കാൻ പോവാണ്. പയ്യെ ഇറങ്ങണ. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ആദ്യത്തെ സെറ്റും ലാസ്റ്റത്തെ സെറ്റും മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എൽദോസിൻ്റെ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, എൽദോസിൻ്റെ ആദ്യത്തെ സെറ്റാണ് ഗൈസ്. സെക്കൻഡ് പ്രപ്പ് സീരീസിലാണ് ഡെക്കാത്തലോൺ. സോ അതിന് എത്ര ദിവസം ഉണ്ടാ? 50 ദിവസം. ഇനി 30 days കണ്ടല്ലേ ഉള്ളൂ. ഇനി 30 to 33 days ഉള്ളൂ ഗൈസ്. ചെക്കൻ അതിനുള്ള പ്രപ്പിലാണ്. അതുകൊണ്ട് ചെക്കൻ നമ്മൾ ഓവർ പുഷ് ചെയ്യിപ്പിക്കുന്നില്ല, നൈസായിട്ടുള്ള വർക്കൗട്ടേ ഉള്ളൂ. കാരണം ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ ഇവന് പെട്ടെന്ന് വന്നെ എഴുതാൻ. അതുകൊണ്ട് നൈസായിട്ടുള്ള വർക്കൗട്ടേ ഉള്ളൂ. പോട്ടറാ, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൽദോസിൻ്റെ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു. ഇനി പുള്ളപ്പ് ഞാൻ പിടിച്ചോ. ഗൈസ്, പിക് ബാരിക്ക് പുള്ളപ്പടിക്കാൻ പോവാണ്.
ഇക്ബാൽ നമ്മളെ പോലെയല്ല, പവർ ലിഫ്റ്റർ ആണ്. ഇവിടുത്തെ മെയിൻ പവർ ലിഫ്റ്ററാണ് ഇക്ബാൽ. ഞാൻ കഴിഞ്ഞുള്ള ഏറ്റവും മെയിൻ പവർ ലിഫ്റ്റർ ഇക്ബാൽ. ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് ഇനി വെയിറ്റഡ് പുള്ളപ്പാണ്. ക്യാമറയുടെ കുറേ കൊമ്പുണ്ട്. കൊമ്പുനെ കാണിച്ചു തരാം. അത് സണ്ണിയുടെ അരിയൻ, അത് കുമ്മന ഷുണ്ണമ കുമ്മന. ആ മണ്ടൻ കണ്ണാടിക്കൂടെ കണ്ടോ കറണ്ട് പോയി. ഇതെന്തൊരു ഏക്കാ. ആ അപ്പോ ഇനി ഏതാ ഇനി വെയിറ്റ് പഠിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ 2 സെറ്റ് കഴിഞ്ഞ് ആദ്യത്തെ സെറ്റ് അവസാനത്തെ സെറ്റ് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ജീവൻ്റെ അവസാനത്തെ സെറ്റാണ് 10 kg ലാറ്റ് അല്ല സ്റ്റാൻഡിങ് പുള്ളപ്പാണ്. അതിനിട്ട് എൽദോസിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സെറ്റാണ്. ഓക്കെ അടി മുകളിലോട്ട് പോകണം. പൊങ്ങല്ലേന്ന് ഒറ്റ പറയുന്നത്. സ്റ്റീവന്റെ പൊങ്ങണില്ല. ഇനി എൽദോസിന്റെ ലാസ്റ്റ് സെറ്റാണ്. ജീവനടുത്ത ഡേവിഡ് ലൈഡാ ഫെയിലർ ഒന്നും അടിക്കൂല. ജീവനടുത്ത ഡേവിഡ് ലൈഡാ ഫെയിലർ അടിക്കും. അതെ, ഇത് വേറെ തന്നെ ഇപ്പൊ കാണാം. ഇതെങ്ങാണ്ട് ഊരി തരുമോ? അതൊന്ന് ഊരിക്കൊടു. എടാ ആദ്യം വെയിറ്റ് ഇങ്ങനെ തൂക്കിട്ട് നടക്കാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, ഊരാനൊക്കെ അറിയണം. ഗൈസ്, അങ്ങനെ എൽദോസ് അടിക്കാൻ പോവുകയാണ്. പുള്ളപ്പ് അടി പുള്ളപ്പ് അങ്ങനെയൊക്കെ പറയണം. നമ്മുടെ ജിമ്മിലുള്ളവന്മാരെ ഈ വീഡിയോ ഒക്കെ കാണണേ. ഫീലറും ആണേ. അല്ലല്ലോ ചെയ്യാ പോട്ടെ. കേക്കണുണ്ട്. പോട്ടെ പോട്ടെ ജീവന്റെ നമ്പറായി. പോട്ടെ അറോടെ ആ പൊട്ടിയിട്ടില്ല. പോട്ടെ അറോടെ പോട്ടെ ഈസി പോട്ടെ രണ്ടോടെ പോട്ടെ ഞാനെണ്ണം അടിക്കോളെ. പത്തെണ്ണം അടിച്ചു. ഇവൻ 5 അടിച്ചു, 10 അടിച്ചു. 10 കിലോ ഇങ്ങനെ പറക്കാനുള്ള മിൻസാവും. അതെ, ഇക്ബാല് 15 അടിക്കുമെന്നാ പറഞ്ഞേക്കണം. ബോളൊന്ന് ഹോളി വരുന്നു. പോട്ടെ 6 5 വരും. പോട്ടെ 7 വാ, 2 എങ്കിലും വാ. ബാലിന്റെ സെറ്റ് കഴിഞ്ഞ് ഗൈസ്. ഞാൻ 2 പോളെന്ന് ഓർത്തെ. നിർത്തട്ടെ. ഇപ്പം ഇനി അടുത്ത വർക്കൗട്ട് ചെയ്യാൻ പോവാ. ഇനി നെക്സ്റ്റ് ചെസ്റ്റ് സപ്പോർട്ടറോ ഇനി ചെയ്യാൻ പോണത്. ജീവൻ ഇതിനു മുമ്പ് വ്ളോഗറായിട്ടുണ്ട്. ആ വീഡിയോ വേണം കാണിച്ചു തരാം. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഇടയിൽ ഞാൻ ഇപ്പൊ കാണിക്കാം. A few moments later.
ഗൈസ് അപ്പോൾ അടുത്ത വർക്കൗട്ട് ചെസ്റ്റ് സപ്പോർട്ടർ റോ ആണ്. ഡംബൽ റോ നല്ലൊരു വർക്കൗട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ആദ്യത്തെ സെറ്റും അവസാനത്തെ സെറ്റും എല്ലാത്തിൻ്റെയും അങ്ങനെ നമ്മൾ എടുക്കാൻ പോകണേ. സോ എന്തിൻ്റെ നമ്മൾ എൽബോ ഇച്ചിരി കൂടുതൽ ട്രൈ ചെയ്തിട്ട് എൽബോ കുറച്ച് കൂടുതൽ ട്രൈ ചെയ്തിട്ട് ബാക്കിലേക്ക് നമ്മൾ ഓവർലാപ്സ് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കിട്ടുന്നല്ലേ പറഞ്ഞേ അല്ലേ? അല്ലാതെ യൂഷ്വൽ പൊക്കുന്ന പോലെ നോക്കി നമ്മൾ ട്രാപ്സിന് എൻഗേജ്മെന്റ് വരും. അത് കൂടുതൽ ഫ്രണ്ടോട്ട് പോകുമ്പോൾ ഫുള്ളായിട്ട് ചെസ്റ്റ് ഡൗൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം കോമൺ ആയിട്ട് ചെയ്യണമായിരുന്നു ഇങ്ങനെ എടുത്ത് ചെയ്യുക. അതിന് പകരമായിട്ട് ജസ്റ്റ് ഏറ്റവും മേളിൽ വെച്ചിട്ട് നമ്പർ ഫുള്ള് താഴ്ത്തിട്ട് പോയിട്ട് ഇങ്ങനെ എടുക്കുക. എല്ലാവരും ഇപ്പം നോർമലായിട്ട് ചെയ്യണത് ചെയ്താൽ ഇത് കഴിഞ്ഞാൽ എവിടെയും കിട്ടണില്ല. ചുമ്മാ വെയിറ്റ് എടുത്ത് സ്റ്റാമിന ആകാനുള്ളൂ. ഏറ്റവും മെയിൻ എന്താ വെച്ചാൽ ടോപ്പിൽ സ്ക്വീസ് ചെയ്യുക, സെൻട്രിക് മോഷൻ കൺട്രോൾ ചെയ്യുക. അതില്ലാതെ ഒന്നും നടക്കാൻ പോകില്ല. വർക്കൗട്ട് ചുമ്മാ അടിച്ചുകൊണ്ടിരിക്കുക എന്നല്ല ഒരു ഉപകാരവും ഇല്ല. അതുകൊണ്ട് പറ്റണ വെയിറ്റ് അത് തന്നെ. എത്രയാണോ അതിലിട്ട് ആദ്യം തുടങ്ങാം. ഈ ചെസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഫുള്ള് താത്തുക, സ്ക്വീസ് ചെയ്യുക, പയ്യെ ഇറക്കുക. അതിപ്പോൾ ചിലപ്പോൾ എനിക്ക് 10-ന് ആ ഒരു പ്രോപ്പർ ഫോം കിട്ടണേ. ആ 10-ന് അടിക്കുക. അതൊരു 15 റപ്പൊക്കെ പോകുമ്പോഴാണ് നിങ്ങൾ ആ വർക്കിംഗ് സെറ്റിലേക്ക് അടുത്ത നമ്പർ കയറ്റണ്ടേ. ഇപ്പോൾ 10 അടിച്ച് ഒരു ഈ റപ്പ് പോകണമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വെയിറ്റ് പുഷ് ചെയ്യാം. അല്ലാണ്ട് ആദ്യമേ എടുത്ത് പിന്നെ പോലെ ആദ്യമേ എടുത്ത് 20 തുടങ്ങാൻ നോക്കണ്ട. 10-ൽ തുടങ്ങിയാൽ മതി. സോ നമ്മൾ ആദ്യത്തെ സെറ്റ് 12-ആണ് തുടങ്ങണേ. അപ്പോൾ നോക്കിക്കോ പ്രോ ബോഡി ബിൽഡർ കാര്യമായിട്ട് പോവാ കേട്ടോ. മനസ്സിലാ? ഇപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? അതാണ് ഇപ്പോൾ കറക്റ്റാണ്. കറക്റ്റാണ്. എനിക്ക് കിട്ടുന്നുണ്ട്. സോ കറക്റ്റാണ്. ഇങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ നീ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം അവിടെ. ഈ പരമാവധി സ്ട്രെച്ച് കൊടുക്കുക. എന്നിട്ട് നിന്റെ കൈ ബാക്കിലേക്ക് കൊണ്ടുപോകണം. നമ്മളെ യൂഷ്വലി റോ ചെയ്യണ പോലെ തന്നെ റോ ചെയ്യുന്ന സെയിം മൂവ്മെൻറ്റാണ്. പക്ഷെ നമ്മൾ ഓവർലാപ്സിന് ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോ ബോഡി ബിൽഡർ 30-45 മെറ്റലിന്റെ ഡമ്പൽ ഇതായിട്ടുണ്ട്. അതൊക്കെ വെച്ച് അടിച്ചോണ്ടിരുന്നത്. നീ പറഞ്ഞു ഞാൻ കുറെ പറഞ്ഞു. പിക് ബാരിക്ക നമുക്ക് പ്രോപ്പർ ഫോം കാണിച്ച് തരും. നല്ല പുറമേനുണ്ട്. നെഞ്ചുവേദന എടുക്കണം. അത് നീ ഞാൻ ജസ്റ്റ് പക്ക ലൈക്ക് താത്തി വെക്കണ്ട. ലൈക്ക് നമ്മുടെ ഈ വീര് ഭാഗത്താണ് മറ്റേ ബെഞ്ചിന്റെ അറ്റം പറഞ്ഞത്. അങ്ങനെ താഴത്തേക്ക് കൊണ്ട് സ്ട്രെച്ച് ആകാൻ വേണ്ടി നല്ലപോലെ താത്തുമ്പോഴത്തേക്കും ചെസ്റ്റിൽ കുറെ കഷ്ടപ്പാടൊക്കെയാണ്. കഷ്ടപ്പെട്ടാലും അല്ല അതുപോലെ പോട്ടെ ഇത് വലിച്ചെത്ത് കേസ് പോയി. ഇനി ഞാൻ വെയിറ്റ് ലോഡ് ചെയ്യണുണ്ട്. ഓഹോ, ഞങ്ങളോട് 12 അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് 15 അടിച്ചതാട്ടോ. ഈഗോ ലിഫ്റ്റർ സേ നോ ടു ഈഗോ ലിഫ്റ്റിംഗ്. അപ്പോൾ ഇനി ലാസ്റ്റ് തെറ്റി വരാം. ഉമ്മാരി സെയിം വെയിറ്റ് തന്നെയാണ്. ജീവനെ ഇത് ആദ്യമായിട്ട് ചെയ്യണേ. ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. ഇവനിത് അടിക്കും, ഞാനിത് അടിക്കും. ഇവൻ 12. ഗൈസ് അപ്പോൾ ജീവൻ്റെ ലാസ്റ്റ് സെറ്റാണ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. പോട്ടെ തുടങ്ങിക്കോ. ഹോൾഡ് ചെയ്ത് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പയ്യെ ഇറക്കും. പോട്ടെ പയ്യെ ഇറക്കും. മുട്ട് ചേർത്ത് പിടിച്ച് ലാസ്റ്റ് അതുണ്ട്. പയ്യെ ഇറക്കും. പോയി പയ്യെ അത് തന്നെ. പോട്ടെ പോ. ഹോൾഡ് പയ്യെ ഇറക്കാം. പാർസല് ഇനി എൽഡോസിന്റെ ജീവന്റെ സെറ്റ് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ പുഷ് ചെയ്യും. രക്ഷമുണ്ടേ
കട്ടിങ് ഈ weight അടിച്ചാ മതി. വെയിറ്റിംഗ് റിസ്ക് നമുക്ക് എട്ടെണ്ണം പോയിരിക്കുന്നുണ്ട് ഷോ സ്ട്രാപ്സ് ഉണ്ടല്ലോ, സ്ട്രാപ്സ് ഉള്ളതുകൊണ്ട് പോകും. ഓക്കെ. സ്ട്രാപ്സ് ഇട്ട് നമുക്ക് വെയിറ്റ് കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റുന്നതല്ല. ഫോറാം മൈൻഡ് മസിൽ കണക്ഷൻ നല്ലവരുള്ളവർക്ക് ബാക്ക് അടിക്കുമ്പോൾ ഫോറാമിന് അങ്ങനെ അധികം കിട്ടൂല, പക്ഷേ അല്ലാത്തവർക്ക് കിട്ടാൻ ചാൻസ് കൂടുതല. സോ ഇങ്ങനെ ഇൻ കേസ് ഫോറാമിന് ബാക്ക് അടിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ലിഫ്റ്റിംഗ് ഷോട്ട് ഉപയോഗിക്കാൻ അത്യാവശ്യം ഹെൽപ്ഫുള്ളാണ്. അത് പ്രോപ്പറായിട്ട് യൂസ് പ്രോപ്പറായിട്ട് യൂസ് അതാണ്. അല്ലാണ്ട് ചുമ്മാ കൈ കെട്ടി തിരിച്ച് കെട്ടി മറിച്ച് കെട്ടിയിട്ട് കാര്യമില്ല. കറക്റ്റ് എന്നെ തൊപ്പിയോലെ പറഞ്ഞ കറക്റ്റായിട്ട് ഇവിടെ സ്റ്റാർട്ടിൻ്റെ അവസാനം നല്ല രീതിയിൽ വരും. അതാകുമ്പോൾ കറക്റ്റായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവന്മാരെല്ലാം വലിയ വെയിറ്റിൽ പൊക്കത്തും ചെറിയ വെയിറ്റെല്ലാം താഴത്തും വെക്കും. 5 താഴെ എൽദോസിന്റെ അവസാനത്തെ സെറ്റാണ്. വീടെടുക്കാന്ന് പറഞ്ഞ നേരെ കട്ടിലേക്ക് പോകണം. ഇല്ല, ഞാൻ പെയിൻപെട്രും ബ്രെഡും കഴിച്ചാൽ ഞാൻ കഴിച്ചില്ല. പോകാനൊക്കെ ഫുഡ് കഴിച്ചിട്ടാണോ? ഫുഡ് പ്രീ വർക്കൗട്ട് ഫുഡ് എന്തായാലും കഴിക്കണം. അല്ലാണ്ട് ജിമ്മിൽ വന്ന് ചുമ്മാ ഒരു കാര്യം പോട്ടെ ഈസി ഒരു രണ്ടോ ഫീൽ രണ്ടെണ്ണം കൂടെ പോട്ടെ. 1 ഹോൾ പയ്യെ പോട്ടെ ഈസി പോയി പയ്യെ പോട്ടെ. 12 എറണാകുളം 12 ആവും. പയ്യെ ഞാനുണ്ടായിരുന്നു കൊരങ്ങൻ കുഞ്ഞൊക്കെ കിടക്ക പോലെ. അതിപ്പോൾ ഇനി എൻ്റെ തെറ്റാണ്. സമയം 10:20 അതുകൊണ്ട് നല്ല ചൂടുണ്ട്. വീട്ടിൻ്റെ അടിയിലായിട്ട് വർക്കൗട്ട് ജിം അടയ്ക്കുന്ന 9 മണിക്കുണ്ടല്ലോ. 9 അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യും. നമ്മുടെ ഇതിന് മുമ്പ് 2 വ്ലോഗ് ഇട്ടിട്ടുണ്ട്. ഹാഫ് ഡേയും ടെസ്റ്റ് ഡേയും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് ഇതിലില്ല. നമ്മളൊരു ഗംഭീര വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം വരുന്നില്ല സർപ്രൈസാണ്. എല്ലാവരും കാണാം. അപ്പോൾ ഇനി എന്ത് തെറ്റാണ് അറിയാൻ പോവാം. ഹോൾഡ് ചെയ്ത് പയ്യ ചെയ്ത് വേറെ വെച്ച് ശ്രദ്ധിക്കണ്ട. ജിമ്മ് ഏകദേശം സിറ്റി ഏരിയയിലാണ്. കൈൻഡ് ഓഫ് സിറ്റി ഏരിയ ആണ്. അതുകൊണ്ടാണ് ഓടിക്ക് ഒച്ച കേൾക്കണം. മിക്കവാറും വരുമായിരിക്കും എൻ്റെ വിശ്വാസം. വേറെ മെയിനായിട്ട് ജിമ്മിൽ പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകും. ഏറ്റവും ആവശ്യമുള്ള സാധനം. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലിപ്പോൾ നിൽക്കുന്നത്. 500 മീറ്റർ അപ്പുറം വെള്ളം കാര്യം ഞാൻ വെള്ളം കൊണ്ടുവന്നില്ലല്ലോ. ഉമാരെ വന്നെ എല്ലാവരും വെള്ളം കൊണ്ടുവരും. ഇതുപോലത്തെ ഉമാര് മൊത്തം കുടിച്ച് തീർക്കുകയില്ല. അപ്പൊ എനിക്ക് കുടിക്കാലോ. എൻ്റെ അത്യം പറഞ്ഞത് നിർത്താൻ കാരണം ഇവന്റെ വീട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു 100 അല്ലെ 200 മീറ്റർ അത്രേ ഉള്ളൂ. 10 കിലോമീറ്റർ ആയാൽ തന്നെ 10 അവിടെ നിന്ന് ഞാൻ കുപ്പി വെള്ളം കൊണ്ടുവരും. ബാക്കിയുള്ള ഡേയ്സ് ഓക്കെ. എനിക്ക് ബാക്ക് അടിക്കുന്ന ദിവസവും ലെഗ് അടിക്കുന്ന ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ടേ. ഈ 2 ഇവൻ പിന്നെ കോളേജിൽ നിന്ന് എന്നാന്ന് ഓർക്കാം. ഇവൻ ഒരു കുപ്പി വെള്ളം കൊണ്ടുവരൂല. പ്രപ്പ് സീരീസിൽ പോണവനാ, പ്രപ്പില് പോണവനാ. വീട്ടിൽ ഞാൻ ഈ വീട്ടിലെ കാര്യം പറ. എന്റെ കറണ്ട് ഇൻടേക്ക് വന്ന് 5 ലിറ്റർ 4.5 to 5 ലിറ്റേഴ്സ് ആണ് വാട്ടർ ഇൻടേക്ക് ഇപ്പം എടുക്കുന്നത്. അപ്പോൾ കോളേജിൽ നിന്ന് എന്തായാലും 4 ലിറ്റർ കുടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും പിന്നെ 1 ലിറ്റർ എക്സ്റ്റെൻഡ് കൂടുതൽ വെള്ളം കുടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇവിടെ ഒരു കുപ്പി എടുക്കാതെ ദൈവന്മാർ ഇത്രയും കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്ക് കുടിക്കാൻ ഒരു ടെംപ്റ്റേഷൻ കുടിക്കും. നീ കുടിച്ചോ? കുടിച്ചതിന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. തീർക്കല്ലടാ, വെള്ളമില്ല. ഇവിടെ ജിമ്മിൽ വെള്ളമുണ്ട്, പക്ഷെ ആ വെള്ളം കുടിക്കാറില്ലേ. ഞാൻ വീട്ടിൽ തിളപ്പിച്ച് പരമാവധി വീട്ടിൽ എൻ്റെ ഉമ്മ എനിക്ക് തിളപ്പിച്ച് വെള്ളം തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ വെള്ളമാണ് ഞാൻ കുടിക്കണേ. അവന്റെ ഉമ്മ നമുക്ക് എല്ലാവർക്കും വേണ്ടി വെള്ളം. അതെ അതായത് കുമ്പ അവന് വീഡിയോ വരെ ഷെയ്യ വേണം. അവൻ കിടക്കും, വർക്കൗട്ട് ചെയ്യുമ്പോൾ കിടക്കുവാണ്. അത് ചെയ്തു, നോ പ്രോബ്ലം ചെയ്തു. അപ്പൊ ഈ ചെസ്റ്റ് സപ്പോർട്ടർ അല്ല, ചെസ്റ്റ് സപ്പോർട്ടറോ കഴിഞ്ഞു, ഇനി നമുക്ക് സിംഗിൾ ആൻഡ് ലാറ്റ് പുൾ ഡൗൺ. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 വർക്കൗട്ട് കഴിഞ്ഞ് പുള്ളപ്പം കഴിഞ്ഞ് ചെസ്റ്റ് സപ്പോർട്ടർ
ഡംബിൾ റോയും കഴിഞ്ഞു. അപ്പോൾ ഇനി ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ ആണ്. അപ്പോൾ അതിന് നമ്മൾ ഇത് ഊരാം. നമുക്കിനി ഡി ഇടാം. എന്നിട്ട് അത് തന്നെ ഡി പറഞ്ഞല്ലേ കറണ്ട് വന്നത്. അപ്പോൾ ക്ലോസ് ഗ്രിപ്പാണ്. ഇതാണ് നമ്മൾ ഡി. ഇത് വെച്ചിട്ട് 1 ഹാൻഡാണ്. നല്ല വർക്കൗട്ടാ. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. ഇതിൽ ഓവർ വെയിറ്റ് ഒന്നും ഇടണ്ട. നിങ്ങൾക്കൊന്ന് പറ്റണ വെയിറ്റ് എത്രയാണോ അതിൽ പ്രോപ്പർ ഫോമിൽ അടിക്കാൻ നോക്കുക. അല്ലാണ്ട് ചവറ് പോലെ ഇതിന് വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോൾഡർ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. കാരണം സിംഗിൾ ഹാൻഡാണ്. അതുകൊണ്ട് മാക്സിമം സ്ട്രെച്ച് കൊടുക്കുക, പുള്ളി ചെയ്യുക, ഇത്രേ ഉള്ളൂ. സിമ്പിൾ വർക്കൗട്ടാണ്. സോ അപ്പം നമുക്ക് ഇനി ആദ്യത്തെ സെറ്റും അവസാനത്തെ സെറ്റും മാത്രം നമുക്ക് കാണാം. ഓക്കെ, ഇനിയിപ്പോൾ സിംഗിൾ ആകുമ്പോൾ ആദ്യമായിട്ടല്ലേ ചെയ്യണേ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിങ്ങനെ ഫുള്ള് കയറുക. ഒരു 10 മിനിറ്റ് പറ്റ കഴിഞ്ഞ് എടുത്തിട്ട് കൈ ഇങ്ങനെ വെക്കുക സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് ഇത് തിരിച്ചെടുത്തിട്ട് മേളിലോട്ട് പോകുമ്പോൾ ആ കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഫ്രണ്ടോട്ട് പോവുക. ഫുൾ സ്ട്രെച്ച് ആയി കഴിഞ്ഞ് ഇവിടെ പിടിച്ചാൽ പിടിച്ച് കഴിഞ്ഞിട്ട് പുള്ളി ചെയ്യുക. പയ്യെ ഇടുക, പയ്യെ ഇടുക, യൂസ് ചെയ്യുക, തിരിച്ചെടുക്കുക. ഇത് തിരിച്ച് മേളിലോട്ട് പോകുമ്പോൾ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ പ്രോപ്പർ സ്ട്രെച്ച് കിട്ടുന്നുണ്ട്. അല്ലാണ്ട് നീയിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിലേക്ക് ആയിട്ട് കിട്ടത്തില്ല. ആ സ്ട്രെച്ച് മേളിലോട്ട് കിട്ടണം. ഇല്ല ഇത് പിന്നെ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഇത് ആദ്യമായിട്ട് ചെയ്യണേ. നീ ആദ്യമായിട്ടോ? അപ്പോൾ ഞാനടുത്ത് സെറ്റ് ചെയ്ത് കാണിക്കാം. എല്ലാവർക്കും മനസ്സിലാവും. ആ അതന്നെ പയ്യെ ഇവിടെ പിടിച്ചു, സീറ്റ് പിടിച്ചു, കയറിയിരുന്ന കറക്റ്റ് ലാറ്റ്സിന് കിട്ടണോ പയ്യെ തിരിച്ച്. ഇതൊരു യൂണിലാറ്ററൽ മൂവ്മെൻ്റാണ്. ഇത് ചെയ്യുമ്പോൾ മെയിൻലി എനിക്ക് തോന്നുന്ന ആൾക്കാർ ചെയ്യുന്ന ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴായിരിക്കും. കാരണം ചിലപ്പോൾ മിഷൻ ഒരു സൈഡിലേക്ക് ചരിഞ്ഞായിരിക്കണേ. ചിലപ്പോൾ കൈ പിടിക്കുന്ന ആംഗിള് ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവുമായിരിക്കും. അപ്പോൾ സിംഗിളാം ചെയ്യുമ്പോൾ ഈ കൈക്ക് അടിക്കുന്ന അതേ അപ്പുറത്തെ കൈക്ക് അടിച്ചായി. മറ്റേന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു സൈഡ് കൈ കയറിപ്പോയി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു ലാസ്റ്റ് കൂടുതൽ കിട്ടും. മിക്കടുത്ത ജിമ്മിലും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഗ്രൗണ്ട് ചിലപ്പോൾ സ്റ്റേബിൾ ആയിരിക്കത്തില്ല. അതിപ്പോൾ ജിമ്മിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല, ഗ്രൗണ്ടിൻ്റെ ആയിരിക്കും. അതുകൊണ്ടാണ് സിംഗിൾ ആം കൂടുതലും പേര് ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല, കുറവാണ്. നമ്മുടെ ജിമ്മിൽ അങ്ങനെ അധികം ആൾക്കാർ വേറില്ല. ചെയ്യണേ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ അഭിതാസൻ ഞങ്ങളോട് ഇപ്പോൾ പറയണേ സിംഗിൾ ആം ചെയ്. ഇവനോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവനൊരു സൈഡിൽ ഇംബാലൻസ് ഉണ്ട്. അതുകൊണ്ട് ജഡ്ജസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനല്ല, അതിപ്പോൾ എല്ലാം കോമൺ ആണ്. ഇപ്പോൾ എനിക്കുണ്ട് എൻ്റെ ലെഗ് ഒരു സൈഡ്. അതുപോലെ മസിൽ ഇംബാലൻസസ് നോർമലാണ്. നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് നല്ല ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മര്യാദക്ക് വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ട് ഒരു ഇഷ്യൂ ആണ് ഇംബാലൻസ്. വർക്കൗട്ട് ചെയ്യാത്തതിൻ്റെ മിഷന്റെ ആവാം. ബാലൻസ് എന്ന് വെച്ചുമ്പോൾ ഇതാണ് സ്ട്രെയിറ്റ് എന്ന് പറയണേ. അതൊരു സൈഡ് മുങ്ങി കഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടുതൽ എന്തായാലും കിട്ടും. അത്രേ ഉള്ളൂ. പിന്നെ യൂണിലാറ്ററൽ മൂവ്മെന്റ്സ് എപ്പോൾ ചെയ്താലും ഫസ്റ്റ് നിങ്ങളുടെ വീക്കർ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം വീക്കർ സൈഡിൽ എന്തോരം റെപ്പ് പോകുന്നു ആ സെയിം റെപ്പ് തന്നെ നിങ്ങൾ ഡോമിനന്റ് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഈക്വൽ ആയിരിക്കും. പിന്നെ ഒരു മസിൽ ഇംബാലൻസ് ചാൻസ് തന്നെയില്ല. ഇൻ കേസ് ഇംബാലൻസ് ഓൾറെഡി ഉള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യണം ഇപ്പം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ ലൈക്ക് ഇപ്പോൾ വീക്കായ സൈഡ് ഫെയിലർ പോയിട്ട് മറ്റേ ഡൊമിനന്റ് ഹാൻഡ് കുറച്ചുകൂടെ പോകുമായിരിക്കുമല്ലോ. അപ്പോൾ ഡൊമിനന്റ് ഹാൻഡ് അടിച്ച് ലെഫ്റ്റിൽ അടിച്ച സെയിം ആ ഒരു സെയിം അല്ല. ഇപ്പോൾ എൻ്റെ ഈ ലെഗാണ് കൂടുതൽ. അതുകൊണ്ട് ഞാൻ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യണേ സിംഗിൾ ലെഗാണ്. അപ്പോൾ ഇതിനെനിക്ക് 12 പോകും, പക്ഷേ ഇതിന് 10 പോകുള്ളൂ. മനസ്സിലായോ? ഒന്ന് വിചാരിക്കും. ഇതാണ് എൻ്റെ അല്ലാത്തത്, ആക്റ്റീവ് അല്ലാത്തൊരു എന്ന് വെച്ചാൽ സൈസ് കുറവുള്ള ഈ കാലില്ല. അപ്പോൾ ഈ കാലിന് ഇതിലടിക്കുന്നതിൽ ഒരു 2 റെപ്പ് കൂടുതൽ അടിച്ചെന്ന് ഓർത്തൊരു പ്രശ്നം വന്നില്ല. അതാകുമ്പോൾ കുറച്ചുകൂടെ ടെൻഷനും ഇതിന് കിട്ടും. ഇതിന് ടെൻഷൻ കുറവാകും. എന്നുവെച്ചാൽ ഇതിന് ചെയ്യലെന്നല്ല, ഇത് ഒരേപോലെ ആയിട്ട് ലാസ്റ്റ് 2 ഒരുമിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഈ ലെഗ് കുറച്ചുകൂടെ കൂടുതൽ പുഷ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് ഇനി എൽദോസിന്റെ സെറ്റാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നെങ്കിൽ പിടിയില്ല. ചെറിയ വെയിറ്റ് തുടങ്ങിയായി. ഞാൻ 20 സ്റ്റാർട്ട് ചെയ്യണം. പിടിച്ചോ, നീ കുറച്ചുകൂടെ ഗ്യാപ്പ് ചെയ്യും. ഇങ്ങനെ പിടിക്കണേലും നല്ലത് ഇങ്ങനെ തന്നെ പിടിക്കണായിരിക്കും. എന്നിട്ട് ഇവിടെ വെക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് കൈ വെക്കുക. ഇങ്ങനെ ഫ്രണ്ട് കയറിയില്ല കാണാൻ പറ്റുമോ? ഫോം പിടിക്കാതെ പൈസ ഒരു ഇത് ഇപ്പോൾ ഫോം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഈ കൈ വരുമ്പോൾ ഫോറാമ് പിടിക്കും. നമുക്ക് എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ സ്ട്രാപ്പിൻ്റെ ആവശ്യമില്ല. കാരണം എനിക്കിപ്പോൾ എത്ര
ലൈക്ക് ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്കും ഫോറാമിലേക്ക് വരും. സത്യം പറഞ്ഞാൽ ഗ്രിപ്പ് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഈ സാധനം ഇല്ലാതെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ മൈൻഡ് മസിൽ കണക്ഷൻ അത്രയും സിങ്ക് ആവാത്തതുകൊണ്ടാണ് സ്ട്രാപ്പ് ഇട്ട് യൂസ്. പക്ഷേ ബെറ്റർ എൻഗേജ്മെൻറ്റ് നമ്മൾ ചെയ്യണ മസിലിന് കിട്ടണമെങ്കിൽ സ്ട്രാപ്പ് ഇട്ട് ചെയ്യണമായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഫോർ ആംസിലോട്ട് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മസിൽ തന്നെ നമുക്ക് ആക്ടിവേറ്റ് ആക്കാൻ പറ്റും കൂടുതൽ. സോ പോട്ടെ. ഐസെൻ്റെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് ഈ എൽദോസിൻ്റെയാ. സോ ഫോം മനസ്സിലായില്ലേ? ഇപ്പം എനിക്ക് ഫോറാമിന് കിട്ടില്ല. കറക്റ്റ് ഫോമായിരുന്നു തോന്നണ്. ഫോറാമ് കിട്ടിയില്ല, കറക്റ്റായിട്ട് കിട്ടി എനിക്ക്. വെയിറ്റ് കൂടുതൽ പുഷ് ചെയ്യണ്ട. ഫസ്റ്റ് സെറ്റ് അല്ലേ, ആദ്യമായിട്ട് ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും മെഷീൻസ് ചെയ്യണമെങ്കിൽ സീറ്റിംഗ് പൊസിഷൻ നോക്കണം. അതല്ല, ആദ്യമായിട്ടൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ചാടി കയറി ഞങ്ങൾ മറ്റേതിന് 40 അടിച്ചെന്നോർത്ത് ഇതിന് കയറി 40 അടിക്കല്ലേ. കാരണം ഇത് സിംഗിൾ ആമാണ്. ഞാൻ സ്ട്രാപ്പിലാക്കും. നോക്ക് ട്രൈ കിട്ടിയ അപ്പോൾ ഞാൻ പറഞ്ഞത് സിംഗിൾ ആം അടിക്കുമ്പോൾ വെയിറ്റ് കുറയ്ക്കുക. കറക്റ്റ് ഫോം കറക്റ്റായി കഴിഞ്ഞ് നിങ്ങൾക്ക് ആ വെയിറ്റ് ഓക്കെ ആയി കഴിഞ്ഞിട്ട് മാത്രം വെയിറ്റ് കൂട്ടിപ്പോകും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇനി നമ്മുടെ തേർഡല്ലേ, ഫോർത്ത് വർക്കൗട്ടാണ് സിംഗിൾ ആം റോ. നമ്മൾ ഡംബൽ റോക്ക് പകരമായിട്ട് ചെയ്യുന്നൊരു വർക്കൗട്ടാണ്. നമ്മളിപ്പോൾ സീറ്റഡ് റോയിൽ ഡി ഇട്ടിട്ട് ഇങ്ങോട്ട് ബാക്കോട്ട് നിന്നിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതാണ് വർക്കൗട്ട്. അതാണ് അടുത്ത വർക്കൗട്ട്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ജീവൻ ചെയ്യാൻ പോവാം. അപ്പോൾ ആദ്യത്തെ സെറ്റും അവസാനത്തെ സെറ്റും മാത്രം കാണിക്കാം. ഓക്കെ, അടിക്കാം. പോട്ടാ പോട്ടെ. പയ്യട് 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 പോട്ടെ പോട്ടെ. ഓ ശരി, പയ്യട് സീറപ്പടിച്ചായേ. പോട്ടെ ഹോൾഡ് പയ്യട് പോട്ടെ പോട്ടെ. ഓ ഹോൾഡ് പയ്യെ 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 കുറച്ചുകൂടെ ബാക്കിലേക്ക് കളിക്കണം. പോട്ടെ. എൽബോ കൊണ്ട് ട്രൈ ചെയ്യേ. എൽബോ എൽബോ പയ്യെ പോട്ടെ പോട്ടെ. സീറപ്പടിച്ചായി. പോട്ടെ. സേ ഹോൾഡ് പോട്ടെ. ഐസ്. അപ്പോൾ ജീവൻ്റെ സെറ്റ് കഴിഞ്ഞ് ഇനി എൻ്റെ സോ ലാസ്റ്റ് സെറ്റാണ് ഈ വർക്കൗട്ടിൻ്റെ. സോ നമ്മുടെ ബൈക്ക് ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു വർക്കൗട്ട് കൂടെ ഉണ്ട്. അത് സ്ട്രേറ്റ് ആം പുൾ ഡൗൺ ആണ്. 2 വർക്കൗട്ടുണ്ട്. ഇനി ഏതാളെ നമുക്കിനി ബാർബൽ ഡ്രോയും സ്ട്രേറ്റ് ആം പുൾ ഡൗണും ഉണ്ട്. കൊള്ളാം. ഓക്കേ പോടെ. ചെസ്റ്റ് അപ്പ് ചെയ്താടാ. പയ്യെ ചെയ്ത് പെട്ടെന്ന് ചെയ്യല്ലോ പയ്യെ ചെയ്ത്. ഒന്ന് ഹോൾഡ് ചെയ്യുക, പയ്യെ വിട്. കൊള്ളാം. 4 ഈസി. പോടെ. 5 6 7 8 പോട്ടെ വാ പോട്ടെ. കുറച്ചുകൂടെ പെട്ട്. കൊള്ളാം. സ്റ്റിൽ സംതിങ്. ഇക്ബാലിവിടെ വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ നൈസിൽ ഫുൾ സ്റ്റാക്ക് ആണെന്നൊക്കെ പറയാം. ഒന്നോടെ പറ കേൾക്കാൻ വരാം. ഇക്ബാലിന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കണ്ടിട്ടാ ഞാൻ ജിമ്മിൽ വന്നത്. ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഫാൻസ് അസ്വസ്ഥരാണ്. ഇക്ബാലിന്റെ ലൈക്ക് ലിറ്ററലി ഹെവി വെയിറ്റ് ക്ലീനർ എന്നൊരു മൈൻഡ് സെറ്റാണ്. ഇവിടുത്തെ ഏറ്റവും മാസ്കുലിൻ ചങ്ങായി. എൽദോസിൻ്റെ ലാസ്റ്റ് സെറ്റാ. അതോടെ കഴിഞ്ഞാൽ റോ മൂവ്മെൻ്റ് എല്ലാം തീരുക. ഇനി സ്റ്റാൻഡിൽ ലാറ്റ് പുൾ ഡൗണും ബാർബൽ റോയേ ഉള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്കൗട്ട് തീരും അല്ലേ. എന്നിട്ടൊരു ഉപ്പിട്ട നാരങ്ങ വെള്ളം പിടിക്കുക. ഉപ്പില്ലേ? എൻ്റെ സോഡിയം 5 ഗ്രാമാക്കി. അപ്പോൾ ഇപ്പം എല്ലാം സോഡ മാത്രം കുടിക്കും. പച്ചവെള്ളം കുടിച്ചാൽ കയ്പ് ഒക്കെ നല്ലതാണോ? ലാസ്റ്റ് സെറ്റ് അവന് പ്രപ്പ അവന് വെള്ളം കയറും. പറ്റുന്ന വെച്ചാൽ ഈ ഇതിൻ്റെ കോമ്പറ്റീഷൻ നമ്മൾ ഉണ്ടെന്ന് ലേറ്റായിട്ട് അറിയുന്നു. നമ്മൾ ലാസ്റ്റ് ഒരു 1.5 മന്ത്സായിട്ടാണ് പ്രപ്പ് ഇപ്പോൾ നോക്കുന്നത്.
നേരത്തെ ഈ തവണ നേരത്തെ ഇരിക്കുവാണ് നേരത്താണ് ഇരിക്കണം അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും നടത്തിയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ നാച്ചുറൽ കോമ്പറ്റീഷൻ എൻ്റെ ഫസ്റ്റ് കോമ്പറ്റീഷനാണ് നാച്ചുറൽ. അല്ല ഇതിന് മുമ്പ് കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ട്രോമയാണ് പറയാതിരിക്കുക. ട്രോമയുടെ അല്ല, അത് ഫെഡറേഷനാണ്. ഫെഡറേഷൻ ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു ഡയറ്റും ഫെഡറേഷന്റെ ഇതിലിറക്കി എന്ന് പറയുമ്പോൾ ഒരു ഡയറ്റ് പോലും ഒന്നുമില്ല. ഒരാഴ്ച മുമ്പ് അടുത്ത കോമ്പറ്റീഷനാണ് നിങ്ങൾ ചുമ്മാ ഇറങ്ങിയതാണ്, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഇറങ്ങിയതാ. അന്ന് ടാൻ ചെയ്തതിന്റെ ഒരു 1500 രൂപയുടെ പാൻറ് പോയി. എന്റെ പോയായിരുന്നു. എൻ്റെ ഒരു 500 350 രൂപ 300 രജിസ്ട്രേഷൻ ആണല്ലോ. രജിസ്ട്രേഷന്റെ അല്ല, എന്റെ പാൻറ് പോയി. വെള്ളപ്പാൻറ് എന്റെ ക്രീം കാർഗോ ഇടാ ചെയ്താണ് ഇപ്പോഴാണ് അറിയത്തില്ലെന്നങ്ങ് പറയണം. നമ്മളങ്ങനെ സമ്മതിക്കണം. പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആവാൻ വേണ്ടി പഠിക്കുന്നവരാണ്. അതെ 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 അതെ. പിള്ളേരൊക്കെ ഇല്ലാവട്ടെ. വർക്കൗട്ട് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് വെള്ളം കുടിക്കണം. ഒന്നാമത് ഭയങ്കര ചൂടാ. നീ വർക്കൗട്ട് ചെയ്യും. ഞാൻ കൊണ്ടുവന്നിട്ട് ആകെ 2 സിപ്പ് കുടിച്ചിട്ടുള്ളൂ. 2 ലിറ്ററിന്റെ കുപ്പിയാ ഞാൻ കുടിച്ചേക്കണ 2 സിപ്പാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 സിപ്പ് കുടിപ്പാ. ബാക്കി 1.5 ലിറ്റർ ഈ 2 പടുകളാണ് കുടിച്ചേക്കണേ. ഇപ്പൊ എൽദോസിന്റെ ലാസ്റ്റ് തെറ്റാ. ബാ പോട്ടെ. സ്ട്രെച്ച് ചെയ്യും, ഫുള്ള് സ്ട്രെച്ച് ചെയ്യും, ഫുള്ള് സ്ട്രെച്ച് ചെയ്യടാ. പോട്ടെ, ഫുള്ള് പോട്ടെ. പീസ് ബാക്കിൽ തിരിച്ചടിക്കുവാര്. പോട്ടെ പോട്ടാ. ചാമ്പ്യൻ പോട്ടെ. പോട്ടെ ഓ ഈ ജിമ്മിലെ ടോപ്പിലെത്തിക്കേണ്ട നീയാ. 1 മാസം ഉള്ളു നിനക്ക്. പോട്ടെ, ഫസ്റ്റ് അടിക്കണം. പോട്ടെ അടിക്കേ. പോട്ടെ കണ്ണായി പോട്ടെ. ഗുഡ് ബോയ്. എത്ര അഞ്ചെണ്ണോ? ആ വെയിറ്റ് തന്നെ അതിന് കൂടുതൽ പോകും നിനക്ക് വെയിറ്റ്. മനസ്സിലായോ? എന്നാടാ എന്താ നമ്മള് വീഡിയോയില് കാണുന്നിടത്ത് വർക്കൗട്ടൊക്കെ ചെയ്യുന്നിടത്ത് നിസ്സാരമായിട്ടല്ലേ തോന്നണേ. ഞാൻ ആദ്യത്തെ ഷഡ്ഡി കീറി മിസ്കൺസെപ്ഷൻ ഉണ്ട്. പറഞ്ഞോ കേക്കാം. ജിമ്മിൽ ലൈക്ക് വർക്കൗട്ട് ചെയ്യുന്നത് എളുപ്പമാണ്. 2 മാസം 3 മാസത്തിനുള്ളിൽ നമുക്ക് ബോഡിയൊക്കെ സെറ്റ് ആവുന്ന ആൾക്കാരുടെ മൈൻഡ് അങ്ങനെയൊന്നുമില്ല. ഇവിടെ 2 വർഷം ഞാനും 2 വർഷമായി. കറക്റ്റ് 1 വർഷമായുള്ളൂ കറക്റ്റ് വരുന്നിട്ട്. ഞാൻ ആദ്യം തുടങ്ങി കഴിഞ്ഞ് ഒരു കണ്ടിന്യൂസ് ഒരു 7 മാസം വന്ന് അത് കഴിഞ്ഞൊരു 4 മാസം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ 6 മാസം ഗ്യാപ്പ് ഇട്ട് ഞാൻ വീണ്ടും തുടങ്ങാൻ. അതെ, അത് നമ്മൾ വിചാരിച്ച് വെച്ചേക്കണ പോലെ അല്ല വർക്കൗട്ട് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റാന്ന് ഓർക്കും നമുക്ക്, ബട്ട് അതല്ല കറക്റ്റ്. ഈ ഫോം തന്നെ പഠിച്ചു തരാൻ നല്ല ടൈം എടുക്കും. പിന്നെ മൈൻഡ് മസിൽ കണക്കിന് സെറ്റ് ആക്കാൻ ടൈം എടുക്കും. പിന്നെ എനിക്ക് ഇപ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലായി. പിന്നെ ലാസ്റ്റ് സെറ്റിന്റെ ലാസ്റ്റ് ഹാൻഡ് അല്ല പോട്രാ. പോട്ടെ കുറച്ചുകൂടെ വെയിറ്റ് കൂട്ടായിരുന്നു. അതെ, വെയിറ്റ് കൂട്ടായിരുന്നു. അപ്പോൾ ഈ വർക്കൗട്ട് കഴിഞ്ഞു. നമുക്കിനി സ്റ്റാൻഡിങ് ലാറ്റ് പുൾ ഡൗണും കൂടെ എടുത്തിട്ട് അങ്ങനെ ഈ വർക്കൗട്ട് കഴിഞ്ഞ് ഇനി സ്റ്റാൻഡിങ് ലാറ്റ് പുൾ ഡൗണും ബാർബൽ റോ ആണ്. സ്റ്റാൻഡിങ് ലാറ്റ് പുൾ ഡൗൺ സ്കിപ്പ് ചെയ്താലും ലാറ്റ്സിന് ഇപ്പം നമ്മളിപ്പോൾ 3 വർക്കൗട്ടായി. ഇപ്പോൾ സ്റ്റാൻഡിങ് ലാറ്റ് പുൾ ഡൗണിൽ നിന്ന് അടിക്കുന്നില്ല. അതത്രല്ല ടൈം കുറേ ഉച്ച നല്ല ചൂടായി തുടങ്ങി. അതുകൊണ്ട് നമുക്കിനി ജിം വിടുന്നതിൻ്റെ അല്ല, ചൂടായി. നമ്മളിനി കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുഡും രാവിലെ വലിയ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. ഞാൻ 2 ബ്രെഡ്, ഇവനൊന്നും കഴിച്ചിട്ടില്ല, അവനും കഴിച്ചിട്ടില്ല, ആരും കഴിച്ചിട്ടില്ല. ഞാൻ 2 ബ്രെഡ് പീനട്ട് ബട്ടർ മാത്രമേ കഴിച്ചിട്ടുള്ളൂ.
ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൽ വന്ന് കിടന്ന നൈറ്റത്ത് മീലെടുത്തിട്ട് കയറി കിടന്നു. 8 മണിക്ക് അയക്കണം. 8 മണിയാകുമ്പോൾ വരത്തെ പിടിച്ചിട്ട് വേണം അവന്മാർ വന്നിട്ട് വീടെടുക്കാതെ. ഓക്കെ, അതേപോലെ കയറ്റി പോകുന്നത്. ഇനി ബാർബൽറോ സ്മിത്തിലാണ് കില്ലറ. അതിങ്ങോട്ട് അടിച്ചിട്ട് നമുക്ക് നിർത്താം. ഓക്കെ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് വർക്കൗട്ടാണ്. ബാർബൽറോ സ്മിത്തിലാണ്. നല്ലൊരു വർക്കൗട്ടാണ്. നിങ്ങൾ ഒരു സ്റ്റെപ്പറുണ്ട്, സ്റ്റെപ്പർ വെച്ചിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ബോഡി കറക്റ്റായിട്ട് നിന്നിട്ട് നമ്മുടെ അടിവൈറ്റിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ റോ ചെയ്യുക. നമ്മൾ താത്തുമ്പോൾ ഫുള്ള് ബാക്ക് ഡൗൺ ചെയ്യുക, അപ്പ് ചെയ്യുക. ചെറിയ പൊക്കുമ്പോൾ ചെറിയൊരു അപ്പ് കൊടുക്കണം, നല്ലതാണ്. അല്ലാണ്ട് ഇങ്ങനെ നിന്ന് തന്നെ അടിച്ചു കഴിഞ്ഞാൽ ലോവർ ബാക്ക് നല്ല പെയിൻ വരും. ചെയ്യണതിൻ്റെ യൂസ് നമ്മൾ അപ്പർ ബാക്കിന് വേണ്ടിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പർ ബാക്കിന് കളി കുറവാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു വർക്കൗട്ടി ഒരെണ്ണമാണ് ബാർബൽറോ എന്ന് പറയുന്നത്. കറക്റ്റ് ഫോമിൽ ചെയ്തില്ല ഇഞ്ചറിയും വരും. കറക്റ്റ് ഫോമിൽ ചെയ്താൽ അപ്പർ ബാക്ക് നല്ല തിളങ്ങി നിൽക്കും, ജൊടിച്ച് നിൽക്കും. സോ ആദ്യം ഞാൻ അടിക്കാൻ പോവാ, കാരണം ഇവനിത് അടിച്ചിട്ടില്ല. ഞാൻ ബാർബൽറോ ഇവന് അടിച്ചിട്ടില്ല. റോ അടിച്ചിട്ടുണ്ട്, പക്ഷേ സ്മിത്തിൽ അടിച്ചിട്ടില്ല, ഇവനും അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇവന്മാർക്ക് ആദ്യം അടിച്ച് കാണിച്ചു കൊടുക്കാന്ന് ഓർത്ത്. സോ നമുക്ക് ഫസ്റ്റ് സെല്ലിലേക്ക് പോവാം. കുറച്ച് ക്ലിപ്പേ കാണിക്കുന്നുള്ളൂ. ഇത് കറക്റ്റ് ഫോം ചെയ്യണ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ സെറ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ചെയ്യാൻ പോവാം. ആദ്യത്തെ സെറ്റ് അടിക്കാൻ പോവാം. കറക്റ്റ് ഫോമേ ഞാൻ കാണിച്ചില്ല. ഒരു സ്റ്റെപ്പർ ഇടുക. സ്റ്റെപ്പറിനെ ഉള്ളിൽ നമ്മൾ ഡെഡ് ലിഫ്റ്റിൻ്റെ പൊസിഷനിൽ നിൽക്കുക. എന്നിട്ട് കാലിൻ്റെ കറക്റ്റ് ഡെഡ് ലിഫ്റ്റ് അടിക്കുമ്പോൾ നമ്മൾ കൈ എവിടെയാണ് വെക്കണേ ആ ഒരു ഫോമിൽ തന്നെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതാണ് കറക്റ്റ് ഫോം എന്ന് പറയുമ്പോൾ മുട്ടിനോട് ചേർന്ന് കൈ ഇരിക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിവരുക, ഫ്രണ്ടോട്ട് ബെൻഡ് ചെയ്യുക, അതായത് ഇവിടെ വരിക, താത്തുക, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, പയ്യെ താത്തുക. ഇതിപ്പോൾ യൂഷ്വൽ നോർമൽ ഗ്രിപ്പിൽ നമ്മൾ ബാർബൽ ഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അപ്പർ ബാക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ലോവർ ലാറ്റ്സ് ഫോക്കസ് ചെയ്യുന്നെങ്കിൽ മറ്റേ സുപ്പിനായിട്ട് ഗ്രിപ്പ് ചെയ്താൽ മതി. അത് ലോവർ ലാറ്റ്സിന് നല്ലൊരു എക്സസൈസാണ്. ബാർബൽ യൂഷ്വലി എന്താ പറയപ്പെടുന്നത് നമ്മുടെ ബാക്കിൽ തിക്നെസ് കൂട്ടാനൊക്കെയാണ്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. സോ വർക്കൗട്ട് നല്ല നൈസാണ്. യൂഷ്വലി ഞാൻ സ്മിത്ത് ചെയ്യാറില്ല. ഞാൻ നോർമൽ സാധാ ബാറെടുത്ത് അടിക്കാറാണ് പതിവ്. ഇതാദ്യമായിട്ടാണ് ബാക്കി കാണാം. ചത്തു. അപ്പർ ബാക്കും നന്നായിട്ട് കിട്ടി, ലോവർ ബാക്കും അത്യാവശ്യം കിട്ടണമുണ്ട്. സോ വെയിറ്റ് പുഷ് ചെയ്യുമ്പോൾ ബെൽറ്റ് ഇടുന്ന ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ സപ്പോർട്ടിന് അല്ലേ പിറ്റ് ഓഫ് നല്ല പെയിൻ കാണും. സോ എൻ്റെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞ് ഇനി ഉമാർ രണ്ടുപേരുടെയും ലാസ്റ്റത്തെ സെറ്റ് കാണിക്കാം. അതായിരിക്കും നല്ലത്. കാരണം ഇവിടെ ഇപ്പോൾ തന്നെ നല്ല ലെങ്തായി. കുറേ വർത്താനം പറഞ്ഞു അതിൻ്റെ ഞാൻ വന്നതിൻ്റെ അതൊന്നും കുഴപ്പമില്ല. സോ നമുക്ക് ലാസ്റ്റ് സെറ്റിലേക്ക് ഓക്കെ. അതെ കുറച്ച് ഫ്രണ്ടോട്ട് തന്നെ. അതെ അതാണ് പോട്ടെ. ഈസി പോട്ടെ പോയി പോട്ടെ. 6 പോട്ടെ. 7 ഹോൾഡ് പോട്ടെ. താട്ടെ. അതെ പോട്ടെ. 9 പോട്ടെ. ഈസി ഈസി 10 ഈസി. 2 more 1 2 partial up. Yeah. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ നമ്മുടെ ബാക്ക് വ്ളോഗ്. ഇനി നമുക്ക് സ്ട്രെച്ചിങ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് തീർന്ന്. സോ ഇപ്പോൾ സമയം 12:30 അല്ല 11:30. സോ വർക്കൗട്ട് ഫിനിഷ് ചെയ്ത് അങ്ങനെ ഇന്നത്തെ വർക്കൗട്ട് സത്യം പറഞ്ഞ മീലിപ്പോൾ തൽക്കാലം എടുക്കാത്തതുകൊണ്ട് പാടായിരുന്നു. പക്ഷെ നമ്മൾ പരമാവധി പുഷ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് രാവിലത്തെ മീലെടുക്കണം, അത് ഉച്ചത്തെ മീലെടുക്കണം, എല്ലാം ഇതാണ്. ഓവറോൾ പറഞ്ഞാൽ നല്ലൊരു ബാക്ക് ഡേ ആയിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ചെയ്ത് നോക്കാം. ഒരു വർക്കൗട്ട് ചെയ്തില്ല, ഡെഡ് ലിഫ്റ്റ് അത് മസ്റ്റായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ആയതുകൊണ്ട് ഫുഡ് ഇൻടേക്ക് ചെയ്യാത്തതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് ഓർത്തു. വെറുതെ പണിയാകട്ടെ വെറുതെ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നല്ല വർക്കൗട്ടായിരുന്നു. മെയിനായിട്ട് ഡെഡ് ലിഫ്റ്റ് അടിച്ചില്ല. ഡെഡ് ലിഫ്റ്റ് അടിച്ചിട്ട് തന്നെ 1-2 മാസമായി. ഞാൻ അടിച്ചിട്ട് 1-2 മാസമായി. ഇവിടുത്തെ ഈഗോ ലിഫ്റ്റർ. ഡെഡ് ലിഫ്റ്റ് പീക്ക് ഈഗോ ലിഫ്റ്ററാ. ഇവിടെ എന്നാ ഒരാഴ്ച ഫസ്റ്റ് ബാക്ക് ഡേക്ക്
120 അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ബാഗ് 130 അടിക്കണം. അത് പടപടാണ്ട് ചുമ്മാ അടിക്കുക. ലെഗ് ബ്രേക്കിന്റെ ലിഫ്റ്റ്, ബാക്ക് ബ്രേക്കിന്റെ ലിഫ്റ്റ്, പ്രോഗ്രസീവ് ഓവർലോഡാണ് ഗൈസ്. ഈ ഓവർലോഡ് എന്ന് പറഞ്ഞ സാധനം കറക്റ്റ് ഒരു 8 to 10 റെപ്പ് അടിക്കുവാണെങ്കിൽ മാത്രം അടുത്ത വെയിറ്റ് പുഷ് ചെയ്ത് പോകും. ഒരു റപ്പ് മുക്കിത്തോറി എടുക്കുക. ഇപ്പോൾ വാം സെറ്റ് പോലെ നിങ്ങളൊരു 10 സ്റ്റാർട്ട് ചെയ്യുക. അത് നിങ്ങളൊരു 8 നമ്പർ വെച്ച് എല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ 10 തുടങ്ങി, ഇപ്പോൾ 20 സ്റ്റാർട്ട് ചെയ്യണം. ഒരു സൈഡ് 10 ഇട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ 10 വെച്ച് ലോഡ് ചെയ്ത് പോവുക. എന്നിട്ട് നിങ്ങളുടെ വർക്കിംഗ് സെറ്റ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റിൽ ഒരു 5 അല്ല 4 റെപ്പ് ഡെഡ് ലിഫ്റ്റ് അടിക്കാൻ പറ്റുന്ന വെയിറ്റാണ് നിങ്ങളുടെ വർക്കിംഗ് സെറ്റ്. അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സെറ്റാവും. നിങ്ങൾക്ക് ലോവർ പെയിനൊന്നും അങ്ങനെ വരത്തില്ല. അടിച്ച ആദ്യത്തെ 2-3 ആഴ്ച കാണും, കാരണം ഇതുവരെ അടിക്കാത്തൊരു സംഭവം ആയതുകൊണ്ട് ഒരു ചെറിയ പെയിൻ കാണും. അത് നിർത്തിയിട്ട് വീണ്ടും തുടങ്ങുമ്പോഴും ആ പെയിൻ ഉണ്ടാവും. സോ ഡെഡ് ലിഫ്റ്റ് കറക്റ്റ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുമ്പ് ടിങ് 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 കൂടെ അടിച്ച് മണി അടിക്കുക. അപ്പോൾ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി ജോയിൻ ചെയ്ത് ഇവൻ്റെയും എൻ്റെയും ഇൻസ്റ്റാഗ്രാം ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ ഇവൻ്റെ കോമ്പറ്റീഷൻ വ്ളോഗ് നമ്മൾ ഇടുന്നുണ്ട്. സോ അതിനൊക്കെ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.